ഹലോ, ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെക്കേഷനൊക്കെ നമുക്ക് എങ്ങനെ എൻജോയബിൾ ആക്കാം, അതുപോലെ നമ്മുടെ കിച്ചൺ ടൈമൊക്കെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വെക്കേഷൻസൊക്കെ പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ അധികവും നമ്മൾ തറവാട് വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ വീട്ടിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യലുള്ളത്. അപ്പോൾ ആ ഒരു ഗെറ്റ് ടുഗദർ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം വെക്കേഷനിലൊക്കെ അധികവും ജെൻസും അതുപോലെ കുട്ടികളും നല്ലോണം എൻജോയ് ചെയ്യുന്നൊരു ടൈം തന്നെയാണ്. പക്ഷേ ലേഡീസിന് നമ്മുടെ ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമായിട്ടുള്ള കിച്ചൺ വർക്കും അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് കാരണം നമുക്ക് അധികം ടൈം ഇതുപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് മാനേജബിൾ ആക്കാം എന്നുള്ളൊരു ടിപ്പൊക്കെയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേയ്സിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളായാലും മുതിർന്നവരായാലും കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡും അതിനനുസരിച്ചിട്ട് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യവും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ ഒരു കിച്ചണിൽ കൂടി നിൽക്കാതെ എന്തൊക്കെയാണ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, നാളെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കറി ഒരാൾ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ ബ്രെഡ് ഐറ്റംസ് വേറൊരാൾ ചെയ്യുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുന്നതാണ്. ഓരോരുത്തരും നിന്നിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ ഒരാൾ നിൽക്കുക, അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കട്ട് ചെയ്ത വെജിറ്റബിൾസ് വേറൊരാൾ ഉണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ നിൽക്കാതെ ഒരാൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ കറി ഫുള്ളായിട്ട് ഞാൻ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. അല്ലാതെ വേറൊരാൾ അതിന് വേണ്ടിയിട്ട് ഇനി ബാക്കി ജോലി അവർ ചെയ്യട്ടെ അങ്ങനെ നീക്കി വെക്കാണ്ടിരിക്കുക. അതുപോലെ ചോറ് വെക്കുന്നതാണെങ്കിൽ അത് അവർ തന്നെ ചെയ്യുക. പിന്നെ വാഷിംഗ് കാണുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഡേയ്സ് ആണെങ്കിൽ അതൊരാൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീടുകളിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു ജോലിയും സ്ട്രെസ്സായിട്ട് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മിഡ് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈയും കൂടെ ചെയ്യാം. അങ്ങനെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗീ റൈസ്, ചിക്കൻ കറി, അതുപോലെ ക്യാരറ്റിൻ്റെ തോരൻ, പപ്പടം ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ്. ഇനി നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നമുക്കത് മീ ടൈമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മാക്സിമം ആ ടൈമിൽ എൻ്റെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിഷ്ടമുള്ള സോങ്സ്, മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റിലാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്. അപ്പോൾ ഈവനിങ് ടൈം കവറാവാതെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈവനിങ് ഒന്നും നമ്മൾ വേസ്റ്റാക്കാതെ ഒരുമിച്ച് തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണിത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സോങ്സ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ടി വിയിലത് ജസ്റ്റ് പ്ലേ ആയപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഈവനിങ്ങിലേക്കുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു പുഡിങ്ങാണ്, ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ്, വലുതായിട്ടൊന്നുമില്ല. അതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഇളയ സിസ്റ്ററാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ എഡിറ്റിംഗ് കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ളത് കാരണം അവർക്ക് ആ ഒരു ഈവനിങ് ടൈമിൽ മാക്സിമം ചായ ഒന്നും കുടിക്കില്ലല്ലോ അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുഡിങ്ങാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാലിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വേറെ 2 കപ്പോളം മിൽക്ക് ബോയിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫ്ലോർ വെച്ചിട്ടൊന്ന് തിക്കൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ വെച്ചിട്ട് തിക്കൻ ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് ചെറിയ എമൗണ്ടിലുള്ളൊരു
മിൽക്കിലേക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഇത് നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള മിൽക്ക് തന്നെയാണ്. അതും നമ്മൾ ഈ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന ഈ ഒരു മിൽക്കിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരു അത്യാവശ്യം മീഡിയം അല്ല ഇതിലുള്ള ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഇനി അത് ഫസ്റ്റ് ലെയർ ഓഫ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ള് കവറാവുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഒന്നും കൂടെ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെയാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള മിൽക്ക് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ലെയറിലും മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി എസൻസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതിലേക്ക് ആ ഒരു ടൈമിൽ തന്നെ എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു എസൻസൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു കൊക്കോ പൗഡറും മിൽക്കും ഫ്ലോറും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ കണ്ടൻറ്റും കൂടിയിട്ടാണ് ഈ ഒരു പുഡിങ്ങിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെക്കൻഡ് ലെയറിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളും മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ ബിസ്ക്കറ്റിൻ്റെ ഒന്ന് ക്രഞ്ച് ചെയ്തിട്ട് ആ ഒരു പൗഡറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു 7 o'clock ടൈമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളായാലും അവരുടേതായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ ഗെയിമാണ്. അപ്പോൾ അവർ അതും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനും അതുപോലെ കിച്ചൺ ടൈമൊക്കെ ഒന്ന് സേവ് ചെയ്യാനും ഓരോ കാറ്റഗറൈസ് വെച്ചിട്ട് ഓരോ ജോലികൾ ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കാനും നമ്മുടെ ഗെറ്റ് ടുഗദർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇതിപ്പോൾ കുട്ടികളുടെ ഒരു ഗെയിമാണ്. അവരുടെ ആ ഒരു ഫൈനൽ ലുക്കും കൂടെ ഒന്ന് കാണാം. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.